എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ അറിയണം. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച എല്ലാ വ്യക്തികളിലും കർത്താവിൻ്റെ വലിയ കൃപയുണ്ട്, വലിയ സാന്നിധ്യമുണ്ട്, വലിയ ജ്ഞാനമുണ്ട്, വലിയ പദ്ധതികളുണ്ട്. ഈ സത്യത്തിൽ ജീവിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും കർത്താവ് കൂടുതൽ കൃപ തരട്ടെ. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പൗലോസിൻ്റെ ചരിത്രമാണ്. പൗലോസ് 2 വർഷത്തിലധികമായിട്ട് എഫെസോസിൽ നിരന്തരമായി ദൈവവചനം കൊണ്ട് ജനങ്ങളെ കുളിപ്പിക്കുകയാണ്, ദൈവവചനം കൊണ്ട് നിറക്കുകയാണ്. വചനത്തിൻ്റെ ദൂതുകൾ, വചനത്തിൻ്റെ പഠനങ്ങൾ, വചനത്തിൻ്റെ വെളിപ്പാടുകൾ, യേശുക്രിസ്തു ആരെന്ന് തെളിയിക്കുന്ന ഒരു പൗലോസ്. ദൈവത്തിൻ്റെ മുൻ നിർണയമാണ് കർത്താവ് യേശുവെന്ന് തെളിയിച്ച് എഫെസോസിൽ ഇരുന്നു കൊണ്ട് ഏഷ്യയെ കുലുക്കുന്ന ഒരു പൗലോസിനെ കാണാം. ഒരു പട്ടണത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ മുഴുവനും തൊടുന്ന ഒരു വലിയ ദൈവപ്രവർത്തിയാണ് അദ്ദേഹത്തിലൂടെ നടക്കുന്നത്. അതായത് അവിടെ വായിക്കുന്നത് 10-ാം വാക്യത്തിൽ, അത് 2 സംവത്സരത്തോളം നടക്കിയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാര് യവനന്മാര് എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാനിടയായി. ഏഷ്യയിൽ പാർക്കുന്നവർ മുഴുവനും ദൈവവചനം കേൾക്കത്തക്ക രീതിയിൽ പൗലോസ് ഒരു വലിയ പ്രോഗ്രാമിലാണ്. നിരന്തരമായി ദൈവവചനം പറയണം. നിരന്തരമായി ദൈവവചനം പറഞ്ഞാൽ അത്ഭുതങ്ങളും നിരന്തരമായി പുറപ്പെടും. ആ ദൈവവചനം പറയുന്നവരുടെ വസ്ത്രത്തിന് പോലും വിലയുള്ളതായി മാറും. ഇതൊക്കെയാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ഇനി മറ്റൊരു ചരിത്രം ഈ അപ്പോസ്തല പ്രവൃത്തി 19-ൽ പറയുകയാണ്. എന്നാൽ 13-ാം വാക്യം മുതൽ, എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് സംസാരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 മക്കളായിരുന്നു. 15-ാം വാക്യം, ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. അതായത് എനിക്ക് യേശുവിനെയും പൗലോസിനെയും ഒരുപോലെ അറിയാം. നിങ്ങൾ ആർ എന്നാണ് പിശാച് ചോദിച്ചത്. യേശുവിനെ എനിക്കറിയാം, അത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പൗലോസിനെ എനിക്കറിയാം, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ദാസനാണ്, ക്രിസ്തുവിൽ നിറഞ്ഞവനാണ്, ക്രിസ്തുവിനെ വഹിക്കുന്നവനാണ്. 2 പേരെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആരാണ്? ഈ നാമം നിങ്ങളുടെ വായിലെടുക്കാൻ നിങ്ങൾക്ക് അവിടുന്ന് അവകാശം. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കാത്ത ഒരാൾക്കും ഈ നാമം എടുക്കാമെന്നേ ഉള്ളൂ, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചവർക്ക് വേണ്ടി ജീവിതത്തിൽ നിന്ന് സംസാരിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ഭാഗമാണ് ഭൂതങ്ങൾ പുറത്തു പോവുക. ആ സുവിശേഷത്തിൻ്റെ ഭാഗമാണ് രോഗികൾ സൗഖ്യമാകുക. ഈ ഭൂതം ബാധിച്ച വ്യക്തി ചോദിക്കുന്നത്, നിങ്ങൾ ആരാണ്? യേശുവിനെയും പൗലോസിനെയും അറിയാം. യേശു ആയിരിക്കുന്നത് പോലെ തന്നെയാണ് പൗലോസിനെയും പിശാച് കാണുന്നത്. അവിടെ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ വരുമ്പോൾ അവിടെ പറയുന്നത്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്. ഇംഗ്ലീഷിൽ വരുമ്പോൾ, ജീസസ് ഐ നോ and Paul I know, but who are you? അങ്ങനെ കൊടുത്തിരിക്കുന്നത്. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം,
യേശു ആയിരിക്കുന്നത് പോലെ തന്നെയാണ് പൗലോസും. ഇതാണ് ഭൂതം പറയുന്നത്. ഭൂതം പറയുന്ന കാര്യം പോലും മനുഷ്യർക്ക്, വിശ്വാസികളായവർക്ക് അറിയില്ല. യേശുവിനെ പോലെ തന്നെയാണ് നമ്മളും. യേശു പറഞ്ഞു, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളിലുള്ളത് കൊണ്ട് നിങ്ങൾ വലിയവരാണ്. മാത്രമല്ല, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. 4 സുവിശേഷത്തിൽ യേശുവിൻ്റെ ഉടുപ്പ് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഭൂതം പോയതായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ പൗലോസിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. പത്രോസിൻ്റെ ചരിത്രത്തിൽ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാവുമെന്ന് പറയുന്നു. അത് 4 സുവിശേഷത്തിൽ യേശു ചെയ്തതായിട്ടും പറയുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളിലുണ്ട്, കൂടാതെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനുമുണ്ട്. ഇത്രയും വലിയ പദവി ലഭിച്ച നാം നമ്മുടെ വില അറിയണം. യേശുവിനെ ഭയപ്പെടുന്നത് പോലെ തന്നെ പിശാച് ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ ഭയപ്പെടുന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത്, വിശ്വാസികൾ, ദൈവവേലക്കാർ പോലും പറയുന്നത് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ പോരാട്ടം ഞങ്ങളുടെ വീട്ടിലോട്ട് വരികയാണെന്ന്. ഒത്തിരി ദൈവദാസന്മാർ, ദൈവദാസിമാർ എന്നെ വിളിക്കും, പാസ്റ്റേ കഴിഞ്ഞ ദിവസം ഞാനൊരു ശുശ്രൂഷയ്ക്ക് പോയി, അവിടെ ചെന്ന് ഭയങ്കര മീറ്റിംഗ് ആയിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ പ്രശ്നമാണ്, കുഞ്ഞുങ്ങൾക്ക് വയ്യ, വീട്ടിലാകെ പ്രശ്നം. തിരിച്ചടിയാണെന്നാ പറയുന്നത്. അങ്ങനെ തിരിച്ചടിയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? യേശു പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് കണ്ടു ഭൂതങ്ങളെ കീഴടക്കിയപ്പോൾ. നാം ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ സാത്താൻ മിന്നൽ പോലെ തകർന്നു പോവുകയാണ്. അവൻ വളരെ വേഗത്തിൽ പൊളിയുകയാണ്. അവൻ്റെ പദ്ധതികൾ പൊളിഞ്ഞു പോവുകയാണ്. സാത്താന്യ പദ്ധതികളെ മറിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. അവ ഒരിക്കലും നമുക്ക് ഒരു ദോഷവും ചെയ്യില്ല. സ്കേവ എന്ന പുരോഹിതന്റെ ഈ 7 മക്കൾക്ക് സംഭവിച്ചത് അവിടെ വായിക്കുന്നു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ദുരാത്മാവ് അവരോട്, യേശുവിനെ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, നിങ്ങളാർ? പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി 7 പേരെ പിടിച്ച് മറിച്ചിട്ടു. അവരെ ഉപദ്രവിച്ചു. ജയിക്കയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. നഗ്നരെന്ന് പറഞ്ഞാൽ ഉടുപ്പെല്ലാം വലിച്ചു കീറി. പിന്നെ നല്ല അടിയിടിയും ചവിട്ടും തൊഴിയും ആവശ്യം പോലെ ഈ വ്യക്തിയിൽ നിന്ന് കിട്ടി. പിശാചല്ലേ, ഇത് വെറുതെ ഇരിക്കോ? അങ്ങനെ 7 പേർ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്താ കാരണം? അവർ യേശുവിനെ സ്വീകരിച്ചതല്ല, അവർ ദൈവകൃപയുള്ളവരല്ല. കർത്താവിനെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. പൗലോസ് സംസാരിക്കുന്ന യേശുവിൻ്റെ നാമം പറയേണ്ട ആവശ്യമില്ല. ഞാൻ സ്വീകരിച്ച യേശു എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട്. ഒരാളുടെയും കെയർ ഓഫ് വേണ്ട. നമ്മൾ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്, യേശുവിൻ്റെ നാമത്തിൽ. ഇനി ഒരു മധ്യസ്ഥന്റെ ആവശ്യം അവിടെയില്ല. യേശുവിനെ കൈക്കൊണ്ടവർ യേശുവിനെ പോലെയാണ്. ക്രിസ്തുവിൽ നാം വളരുകയാണ്. അങ്ങനെയുള്ളവരെ മറിക്കാൻ കഴിയുന്ന പാതാള ഗോപുരമില്ല. അങ്ങനെ ഒരു വ്യക്തി എവിടെങ്കിലും പോയി ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് കരുതി തിരിച്ചടിയൊന്നും ഉണ്ടാകത്തില്ല. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കണം, ഏതെല്ലാം ഇരുട്ടുള്ള പൈശാചികമായ കോട്ടകളുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി ശുശ്രൂഷ ചെയ്യാറുണ്ട്. അവിടെയെല്ലാം കർത്താവിൻ്റെ കരം ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എവിടെയെല്ലാം പ്രസംഗിക്കാൻ സമ്മതിക്കൂലെന്ന് പിശാച് വെല്ലുവിളിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം സുവിശേഷം അതിശോഭയോടെ അതിശക്തിയോടെ പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ തന്നു. അതായത് പാതാള ഗോപുരത്തിന് ഈ മാർഗത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ 7 മന്ത്രവാദികളായ ചെറുപ്പക്കാർ
അവർ യേശുവിൻ്റെ പേരെടുത്ത് നോക്കിയതാണ്. കാരണം ഈ പേരിൽ വലിയ കാര്യം നടക്കുന്നു. എല്ലാവർക്കും ഈ പേരെടുക്കാൻ അവകാശമില്ല. എന്നാൽ യേശുവിനെ സ്വീകരിച്ചവർക്ക് ഭൂതങ്ങളോട് പറയാം, കൽപ്പിക്കാം, പുറത്താക്കാം. പിശാചിനോട് പറയേണ്ടത് പോലെ പറഞ്ഞാൽ അവൻ ഓടിപ്പോകുമെന്നാണ്. പിശാചിനോട് എതിർത്തു നിൽപ്പേൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് നടന്നു പോകുമെന്നല്ല, ഓടിപ്പോകുമെന്നാണ്. ഇവിടെ പിശാചിനെ ശാസിച്ചവർ ഓടിപ്പോയി, അവർ നഗ്നരും മുറിവേറ്റവരുമായി ഓടി. നമ്മളല്ല ഓടേണ്ടത്, പിശാച് ഓടണം. അത് നമ്മുടെ വീട്ടിലെ വാഴാൻ പാടില്ല, നമ്മൾ പോകുന്നിടത്ത് വാഴാൻ പാടില്ല. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും എന്ന് കർത്താവ് മർക്കോസ് 16:17 പറഞ്ഞു. നാം പുറത്താക്കും, ഏത് ഭൂതാത്മാവിനെയും പുറത്താക്കും, ഏത് കലക്കത്തിൻ്റെ ആത്മാവിനെയും പുറത്താക്കും, ഏത് ദുഷ്ടാത്മാവിനെയും പുറത്താക്കും. അതിന് ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. ഒന്നും ഞങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യില്ല എന്ന് നാം നമ്മുടെ വാ കൊണ്ട് പറയാൻ വിശ്വാസത്തിൻ്റെ വാക്കുകളുള്ളവരായി മാറണം. ഒന്നും ഒരു തിരിച്ചടിയും ഉണ്ടാകത്തില്ല. എവിടെയും, എത്ര ഇരുട്ടുള്ളിടത്തും, എത്ര പൈശാചിക കോട്ടയുടെ നടുവിലും ഒരു ദൈവ പൈതൽ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കണം. തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം, അങ്ങനെയുള്ളവർക്ക് മാത്രം യേശുവിനെ മനസ്സിലാക്കണം, വേദപുസ്തകം അറിയണം. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കില്ല. എന്നാൽ ഓടുന്നത് ആരാ? പൗലോസ് സംസാരിക്കുന്ന യേശുവിൻ്റെ നാമം ചൊല്ലാൻ തുനിഞ്ഞെന്ന് പൗലോസ് സംസാരിക്കും. ഇത് പൗലോസിൻ്റെ കെയർ ഓഫിൻ്റെ ആവശ്യമില്ല. യേശുവിനെ ആർക്കും സ്വീകരിക്കാം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗുകൊണ്ട് ഏറ്റുപറഞ്ഞാൽ ഏത് ദുഷ്ടനും ദൈവ പൈതലാകും, ഏത് ശൗലും പൗലോസാകും, ഏത് ശീമോനും പത്രോസാകും. യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്താൽ മതി. അത്രയും എളുപ്പമാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അളവറ്റ ശക്തി, ഈ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കേണ്ടത്. കർത്താവിൽ വിശ്വസിക്കുക. ഈ വിശ്വാസത്തെ പിശാച് എതിർക്കും, പിശാചിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെതിർക്കും. എന്താണ് ഇത്? ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. ഈ വലിയ പദ്ധതിയെ മറിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. യേശുവിനെ അംഗീകരിക്കാനോ ഹൃദയത്തിൽ സ്വീകരിക്കാനോ പിശാച് സമ്മതിക്കാതെ അവൻ പല രീതിയിൽ നിങ്ങളെയും എന്നെയും മറിക്കാൻ നോക്കും. ഇതിൻ്റെ നടുവിൽ യേശുവുമായിട്ട് എന്നും തുടരുവാൻ, വിശ്വസിക്കുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ജ്വലിക്കാം. സ്കേവ എന്ന പുരോഹിതൻ്റെ 7 മക്കൾക്ക് പറ്റിയത്, അവർ യേശുവിനെ സ്വീകരിച്ചില്ല. അവർ യേശുവുമായി ബന്ധമുള്ളവരല്ല. കർത്താവുമായിട്ട് ബന്ധമുള്ളവരെ ഒരു ശക്തിക്കും തൊടാൻ കഴിയില്ല. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വാക്യം പോലെ അങ്ങുമായിട്ട് ഏറ്റവും നല്ലൊരു അടുത്ത ബന്ധത്തിൽ തുടർന്ന് പിശാചിൻ്റെ പദ്ധതികളെ മറിച്ചിടാൻ എല്ലാവർക്കും ശേഷിയുണ്ടാകട്ടെ. യേശുവുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചവരായി, ധൈര്യമുള്ളവരായി ഈ കൃപയുടെ വചനം ശക്തിയോടെ അവർ സംസാരിക്കട്ടെ. അവർ സൗഖ്യമാകട്ടെ, വലിയ ശുശ്രൂഷകൾ ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വസിക്കാം. കർത്താവിൽ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.
അടിയട്ടെ.